കാറ്റലിസ്റ്റ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. ഇത്രയും ക്രൂരമായ ആക്രമണം നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾക്കെതിരെ നടന്നിട്ട്, വിദ്യാർത്ഥികൾക്കെതിരെ നടന്നിട്ട് അതിന് ഉത്തരവിട്ടത് ആരാണ് എന്ന ചോദ്യത്തിന് രാജ്യത്തിന് മുമ്പിൽ മറുപടിയില്ലാതെ നിൽക്കുകയാണ്. കുറ്റബോധം കൊണ്ട് ഒളിച്ചോടുകയല്ല വേണ്ടത് മിസ്റ്റർ അമിത്ഷാ. അമിത്ഷാ സഭയിൽ വന്ന് പറയണം, ഒന്നുകിൽ ധൈര്യത്തോടെ പറയണം, ഞാനാണ് ഉത്തരവിട്ടത്, ഞാൻ പറഞ്ഞിട്ടാണ് ഡൽഹി മജിസ്ട്രേറ്റു അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉത്തരവാദപ്പെട്ട ആളുകൾ വെടിവെപ്പിന് ഉത്തരവ് കൊടുത്തത്. അല്ലെങ്കിൽ പറയണം, ഞാൻ അറിഞ്ഞിട്ടില്ല അത്. ഇതിന് ഉത്തരവ് കൊടുത്ത ആൾക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇത് രണ്ടും പറയേണ്ട വേദി പാർലമെന്റാണ്. അദ്ദേഹം പാർലമെന്റിലെ കെട്ടിടത്തിൽ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്, മുറികളിൽ. മനസ്സിലാക്കിക്കൊള്ളണം. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധൈര്യശാലിയായിട്ടുള്ള ആഭ്യന്തരമന്ത്രിയായിട്ട് അവതരിപ്പിച്ച ആള് ഈ കാര്യങ്ങൾ പാർലമെന്റിൽ വന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത എന്താ? കുറ്റബോധം കൊണ്ട് ഒളിച്ചുകൂടുകയല്ല വേണ്ട അദ്ദേഹം കൃത്യമായി ക്ലാരിറ്റിയോടെ എക്സ്പ്ലനേഷൻ നൽകണം. ഈ ഉത്തരവ് കൊടുത്തത് ആരാണ്? പെലറ്റ് ഗൺ ഉപയോഗിക്കാനുള്ള ഉത്തരവ് കൊടുത്തത് ആരാണ്? ഈ കുട്ടികളെ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ, ലാത്തിച്ചാർജിനായാലും ടിയർ ഗ്യാസിനായാലും ഉത്തരവ് കൊടുത്തത് ആരാണ്? ഡൽഹി എന്ന് പറയുന്നത് അമിത്ഷായുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ളതാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്, ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഉത്തരം പറയാൻ സാധിക്കാതെ പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം വന്ന് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നവരെ ഞങ്ങളുടെ ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും. ഇല്ല, ഈ കാര്യത്തിൽ നിലപാട് വളരെ ക്ലിയർ ആണ്. രണ്ടാമത്തെ കാര്യം, ചന്ദാചോരി. ഇത്രയും ഭീകരമായിട്ടുള്ള കൊള്ള അയോധ്യയിലെ രാമമന്ദിരിന്റെ സംഭാവനയിൽ നടന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്നൊക്കെ എത്ര പേര് കൊണ്ടുപോയിട്ട് അവിടെ ആ കാണിക്കിട്ടിട്ടുള്ളത്? ഈ നാട്ടിലെ വിശ്വാസികളുടെ പണമല്ലേ അത്? ദൈവത്തിന് വേണ്ടി വിശ്വാസികൾ കാണിക്കിട്ട പണം അടിച്ചു മാറ്റിയിട്ട് നിർവികാരമായി നിൽക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇവരെ നിയമിച്ച ട്രസ്റ്റേ ഇല്ല, അത് കേന്ദ്ര സർക്കാർ നിയമിച്ച ട്രസ്റ്റ് അല്ലേ. അതൊന്ന് ചർച്ച ചെയ്യാൻ പോലും പാർലമെന്റ് പറ്റില്ല എന്ന് പറഞ്ഞാൽ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ മീറ്റിംഗ് നടത്തിയിട്ട് തീരുമാനിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തിൽ ധാരണ വേണം. FCRയുടെ കാര്യത്തിലെ ഇപ്പോ പുതിയൊരു വാർത്ത വരുന്നത്, കോൺഗ്രസുമായി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചു, ചില ഇളവുകൾക്കൊക്കെ തയ്യാറാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. FCR ശുദ്ധാസംബന്ധം. ഇന്നലെ അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോൾ ഞാനും ഉണ്ടായിരുന്നല്ലോ അവിടെ. സംസാരിച്ചപ്പോൾ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. FCRയെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ദുരുദ്ദേശത്തോടു കൂടിയിട്ടാണ്. സന്നദ്ധ സംഘടനകളെയും മൈനോറിറ്റി വിഭാഗത്തിനെയും ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമ നടപടിയായിട്ടാണ് അത് കാണാൻ പറ്റിയിട്ടുള്ളൂ. സത്യത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ട് വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം. അപ്പോൾ അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഈ ബില്ലുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഒരു പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ വന്ന് പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ അദ്ദേഹം ഞങ്ങളോട് FCRയുടെ കാര്യത്തിൽ അതിന്റെ ഇപ്പോൾ FCRയിൽ നടത്തുന്ന ദുരുപയോഗത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കൺട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അത് RSSന്റെ വേർഷനാണ്. ഈ RSSന് എന്തും ചെയ്യാം. രാജ്യത്തെ ഇപ്പം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സൈനിക സ്കൂൾ അടക്കം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. സൈനിക സ്കൂൾ നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വം RSSനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, ഡൽഹി റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ, മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും സ്കൂളുകൾ നടപ്പിലാക്കാൻ RSSനെ ഏൽപ്പിച്ചിരിക്കുക. അവർക്ക് എന്തും ചെയ്യാം, മറ്റുള്ളവർക്കൊന്നും പാടില്ല. അവരെ നിയന്ത്രിക്കണം, അതിന് നിയമം വേണം. ഇതെവിടുത്തെ ന്യായമാണ്? അപ്പൊ അതിന് ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞോളൂ. അങ്ങനെ അവർ FCRയെ കൊണ്ടുവരട്ടെ, അപ്പൊ നമുക്ക് കാണാം. അല്ല, ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഡീലിമിറ്റേഷന്റെ കാര്യത്തിൽ പാർട്ടിയുടെ അഭിപ്രായം ചോദിക്കാനാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നേരത്തെ തന്നെ മറ്റു പാർട്ടികളുമായിട്ടൊക്കെ ചർച്ച നടത്തിയിരുന്നു. ഈ നേരത്തെ പഴയ ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റു പ്രതിപക്ഷ പാർട്ടികളുമായിട്ടൊക്കെ 1-to-1 ഡിസ്കഷൻ നടത്തിയിരുന്നു. പക്ഷെ കോൺഗ്രസ് അതിന് പോയിട്ടില്ലായിരുന്നു ഞങ്ങളുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിന്റെ നിലപാട് അറിയാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് വന്നതാണ്. ഞങ്ങളുടെ നിലപാട് ഉറച്ചു വെക്കും. ഞങ്ങൾ കഴിഞ്ഞ പാർലമെന്റിലെ ഫ്ലോറിലെടുത്ത നിലപാടുണ്ടല്ലോ ഞങ്ങളുടെ നിലപാട്, അത് വളരെ വ്യക്തമാണ്. അല്ല, ഇത് ആർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ പറയുന്നത്? ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നതല്ല. ഇത് വ്യക്തമായിട്ടും പറഞ്ഞാൽ നമ്മളാരും രാജ്യത്തിന്റെ
അഖണ്ഡതയെ ചോദ്യം ചെയ്തവരല്ല, അഖണ്ഡതയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. പക്ഷേ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റ്, ആസാം, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഒഡീസ തുടങ്ങിയ സംസ്ഥാനങ്ങൾ, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കുടുംബാസൂത്രണം ഭംഗിയായി നടപ്പിലാക്കിയ സ്റ്റേറ്റുകൾ അവരെ ഇതിനകത്ത് പീനലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഈ രാജ്യത്ത് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? അതങ്ങനെ അംഗീകരിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് വാജ്പേയിയെ പോലെ ഒരാൾ 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചത്? എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയെ പോലുള്ളൊരു നേതാവ് 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചത്? ഇന്ദിരാഗാന്ധിയാണല്ലോ 76 ഫ്രീസ് ചെയ്തത്. അത് 2001 ആ കാലാവധി തീരുമ്പോൾ അന്ന് വാജ്പേയി ആയിരുന്നല്ലോ പ്രധാനമന്ത്രി, കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി അല്ലായിരുന്നല്ലോ. വാജ്പേയി എന്തുകൊണ്ടത് ഫ്രീസ് ചെയ്യാൻ തീരുമാനിച്ചു? ഈ രാജ്യത്തിന്റെ വിശാലമായിട്ടുള്ള താല്പര്യങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് കാണാൻ അന്ന് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് അപ്പുറത്ത് രാജ്യത്തിന്റെ യോജിപ്പും പാർട്ടികളുടെ യോജിപ്പും ഒക്കെ തന്നെ കാണുന്ന ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ അജണ്ട എല്ലാ പാർട്ടികൾക്കും ഉണ്ടാവും. പക്ഷേ പൊളിറ്റിക്കൽ അജണ്ടയ്ക്ക് അപ്പുറത്ത് രാജ്യത്തിന്റെ നിലനിൽപ്പല്ലേ പ്രശ്നം. അതുകൊണ്ടാണ് ആ രണ്ട് കാലത്തും തീരുമാനമെടുത്തത്, ഫ്രീസിംഗ് തീരുമാനമെടുത്തത്. ഇപ്പം ഇവരെന്താ ചെയ്യാൻ പോണ്? ആ ഫ്രീസിംഗ് തീരുമാനം ഭരണഘടനാ വിധേയമായിട്ടാണ്, ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടാണ് 2 പ്രാവശ്യം നടത്തിയത്. ഇതെടുത്ത് കളയുന്നതോടുകൂടി ആ അധികാരമില്ലാതാവുകയും ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും സംസ്ഥാനങ്ങളുടെ നമ്പർ ജനസംഖ്യാധിപാതികമായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റുകയും ചെയ്യാം. ഇതിന്റെ അപകടം മനസ്സിലാക്കണം. ഇപ്പം അവർ പറയുന്നത് 50% സീറ്റ് കൂട്ടാന്ന് പറയുന്നത് വെറും പൊള്ളത്തരവാണ്. ഈ ഭരണഘടനാ ഭേദഗതിയിൽ നിന്നും ഡീലിമിറ്റേഷൻ കമ്മീഷനിലേക്ക് ഈ സീറ്റുകളുടെ എണ്ണം നിശ്ചയിക്കാൻ അധികാരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോഴും ഡീലിമിറ്റേഷൻ കമ്മീഷൻ എപ്പോൾ വേണമെങ്കിലും ഓരോ സ്റ്റേറ്റിന്റെയും എണ്ണം നിശ്ചയിക്കാം. അവർക്കപ്പോൾ ന്യായങ്ങളുണ്ടാവും, ജനസംഖ്യ ഉണ്ടാവും, മറ്റ് ന്യായങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ബേസിക്കലായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഫെഡറൽ കൺസെപ്റ്റിനെ ശക്തമായിട്ട്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ശക്തമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. അതിനെ ഞങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റില്ല.